സാലറി നെഗോസിയേഷൻസ് എന്ന് പറയുന്നത് ജോബിൽ നമ്മൾ കയറുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ടഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മിക്ക ആൾക്കാരും പറയാറുണ്ട്. അതായത് HR ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും നമ്മളടുത്ത് റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഒന്നായിരിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ്. അപ്പൊ ആസ് എ ഫ്രഷർ നമുക്ക് എക്സ്പെക്റ്റഡ് സാലറി കുറച്ച് റേസ് ചെയ്ത് പറയാൻ പറ്റില്ല എന്നുള്ള തോട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫൈലാണ് കീപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പ്രോപ്പർ പ്രൊഫൈൽ ഇൻ ദ സെൻസ് നിങ്ങൾ PG വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, എക്സ്പീരിയൻസ് ഒരുപാട് വർഷങ്ങളിൽ ഉണ്ട് എന്നുള്ളതല്ല, എനഫ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ നേരിട്ടിട്ടോ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുക, ഓൺലൈൻ സർട്ടിഫിക്കറ്റ്സ് എടുക്കുക, ഉഡമി, ഗൂഗിൾ, സിംപ്ലി ലേൺ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടംപററി ആയിട്ടുള്ള ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒബ്വിയസ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സാലറി എക്സ്പെക്ടേഷൻ പറയാൻ വേണ്ടി പറ്റും. പക്ഷെ അത് പറയുന്ന രീതിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ടെംപ്ലേറ്റുകൾ ഞാൻ ഫസ്റ്റ് കോമന്റ് ആയിട്ട് ഇട്ടേക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ആർ ഹാവിംഗ് മച്ച് മോർ ന്യൂ കൈൻഡ് ഓഫ് ടെംപ്ലേറ്റ്, ഡു മെസ്സേജ് മീ ഓൾസോ. താങ്ക് യു.